നമ്മുടെ മൊബൈൽ ഫോൺ ഹാക്ക് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ് അല്ലേ. പക്ഷെ ഞാൻ ഇവിടെ കാണിച്ചു തരാം നമ്മുടെ മൊബൈൽ ഫോൺ ഹാക്ക് ചെയ്താൽ എങ്ങനെയാണ് നമുക്ക് തോന്നുക, അതുപോലെ തന്നെ ഹാക്ക് ചെയ്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് പ്രത്യേകിച്ച് 1 മിനിറ്റ് കൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഒഴിവാക്കാമെന്ന് ഞാൻ വീഡിയോയിൽ കാണുന്നുണ്ട്. അപ്പൊ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒരു സബ്സ്ക്രൈബും ഒരു ലൈക്കും കൊടുത്തതിന് ശേഷം വീഡിയോ കാണാൻ തുടങ്ങിക്കോളും. നമ്മുടെ മൊബൈൽ ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് പ്രത്യേകിച്ച് നമുക്ക് ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ബാങ്ക് അക്കൗണ്ടിങ് പാസ്വേഡുകളൊക്കെ ആണെങ്കിലും ഇതൊക്കെ നമുക്ക് ഹാക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ വളരെ ടെൻഷൻ തന്നെയാണ്. അപ്പൊ അത് ഒഴിവാക്കാൻ 1 മിനിറ്റ് കൊണ്ട് നമുക്ക് അത് മനസ്സിലാക്കാൻ നമുക്ക് ഇവിടെ ഒരു മാർഗ്ഗമുണ്ട്, ഞാൻ കാണിച്ചു തരാം. നമ്മൾ ആദ്യമായി നമ്മളൊന്ന് പോകേണ്ടത് സെറ്റിംഗ്സിലാണ്. ആ സെറ്റിംഗ്സ് പറയുന്ന ഐക്കൺ ഉണ്ടല്ലോ, അതിന്റെ മുകളിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, ഇവിടെ നമുക്ക് താഴേക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം ഇവിടെ ആപ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ. ആപ്സ്, ആ ആപ്സ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ആപ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഏറ്റവും മുകളിലായിട്ട് കാണാം ആപ്പ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ആപ്പ് മാനേജ്മെന്റ്. അപ്പൊ നമുക്ക് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് എല്ലാ ആപ്ലിക്കേഷൻസും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഞാനിവിടെ എക്സാമ്പിൾ ആയിട്ട് ഒരു ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഇവിടെ ഓപ്പൺ ചെയ്തു PDF-ന്റെ. ഇവിടെ നമ്മൾ കണ്ടില്ലേ പെർമിഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ പല പെർമിഷൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ തന്നെ ഞെട്ടിപ്പോ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഈ പെർമിഷൻ വഴി നിങ്ങൾ തന്നെ അവർക്ക് ഒരു സമ്മതം കൊടുത്താണെന്ന് നിങ്ങളുടെ ഫോൺ ഹാക്ക് ചെയ്തോളാൻ വേണ്ടിയിട്ട്. അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് എന്നുള്ളത്. അതിനായി നമ്മൾ എന്താ ചെയ്യേണ്ടത്, സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഗൂഗിൾ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. ആ ഗൂഗിളിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇമെയിൽ ID നമുക്ക് മുകളിൽ കാണാൻ സാധിക്കും. നിങ്ങൾ ഫോണിൽ ഏത് ഇമെയിൽ ID ആണോ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് അതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ താഴേക്ക് മെയിൽ ID കൾ വേറെ കാണിക്കുന്നുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന മെയിൽ ID ആണെങ്കിൽ അതാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിന്റെ തൊട്ട താഴെയായിട്ട് ഒരു അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അക്കൗണ്ട്, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇന്റർഫേസിലേക്കാണ് പോകുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സെക്യൂരിറ്റി ആൻഡ് സൈൻ ഇൻ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാവരും കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യണമെന്നുണ്ടെങ്കിൽ സെക്യൂരിറ്റി ആൻഡ് സൈൻ ഇൻ. ആ സെക്യൂരിറ്റി ആൻഡ് സൈൻ ഇൻ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ സെക്യൂരിറ്റി പരമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് യുവർ കണക്ഷൻസ് ടു തേർഡ് പാർട്ടി ആപ്സ് ആൻഡ് സർവീസസ് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, എല്ലാവരും മനസ്സിലാക്കുക. ഇവിടെ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ സി ഓൾ കണക്ഷൻസ് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. എല്ലാവരുടെ ഫോണിലും ഉണ്ടാവും, ആൻഡ്രോയിഡ് ഉപയോഗിക്കുന്ന എല്ലാ ഫോണിലും. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തേർഡ് പാർട്ടി ആപ്സ് ആൻഡ് സർവീസ് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ 7 ആപ്ലിക്കേഷൻസിനാണ് നമ്മൾ പെർമിഷൻ കൊടുത്തിരിക്കുന്നത്. ഇവിടെ കണ്ടില്ലേ ആപ്ലിക്കേഷൻസ് ഒക്കെ ഇവിടെ കണ്ടു. പക്ഷെ നിങ്ങൾ എല്ലാവരും ഞെട്ടിപ്പോകുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. ഇവിടെ തന്നെ യു ഷെയർ ഡാറ്റ വിത്ത് ദീസ് തേർഡ് പാർട്ടി ആപ്സ് ആൻഡ് സർവീസസ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ തന്നെയാണ് അവർക്ക് പെർമിഷൻ കൊടുത്തിരിക്കുന്നത്. ഈ ആപ്ലിക്കേഷൻസിനൊക്കെ നമ്മൾ അറിയാതെ പെർമിഷൻ കൊടുത്തു പോയതാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം അതിൽ നിന്ന് നമ്മുടെ ഫോണിൽ നിന്ന് ചോർത്തിക്കോളാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് വിശ്വാസമില്ലാത്ത ആപ്ലിക്കേഷൻസ് ഒക്കെ ആണെങ്കിൽ വളരെ മോശമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് തീരെ വിശ്വാസമില്ലാത്ത ഇതാണ് നമുക്കത് വിചാരിക്കുക. ഒരു ക്യാൻവ നമുക്ക് വിശ്വാസമില്ല വിചാരിക്കുക. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസിന്റെ മുകളിൽ ഏരോ കാണുന്നില്ല, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഏറ്റവും താഴെ കാണാൻ സാധിക്കും. അതായത് നിങ്ങൾ വിശ്വാസമില്ലാത്ത ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണോ നോക്കുക, അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഡിലീറ്റ് ഓൾ കണക്ഷൻസ് പറയുന്ന ഓപ്ഷൻ കാണുന്നില്ലേ, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഡിലീറ്റ് ദി കണക്ഷൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ഇവിടെ താഴെ കൺഫേം കൊടുക്കുക. ഇനി അടുത്ത ഓപ്ഷൻ പറയുന്നത് അത് അതിലും അടിപൊളി ഓപ്ഷനാണ്, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഓപ്ഷനാണ്. ഇവിടെ നമ്മൾ കൺഫേം കൊടുത്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഒന്ന് ബാക്കോട്ട് വരിക. ജസ്റ്റ് ഒന്ന് ബാക്കോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും യുവർ ഡിവൈസസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. നിങ്ങളുടെ മെയിൽ ID ഉപയോഗിച്ചിട്ട് മറ്റാരെങ്കിലും നിങ്ങളുടെ ഫോണ് മറ്റ് ഭാഗങ്ങളിൽ ഇരുന്ന് ചോർത്തുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ഇവിടെ നോക്കിയാൽ അറിയാൻ സാധിക്കും. അപ്പൊ നമ്മൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്, ഇവിടെ കണ്ടില്ലേ മാനേജ് ഓൾ ഡിവൈസസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ ഒരു ഫോൺ ഇവിടെ കാണിക്കുന്നുണ്ട്, ഓപ്പോ എന്ന് പറഞ്ഞിട്ട്. അത് ഞാൻ തന്നെ യൂസ് ചെയ്യുന്ന ഫോൺ, അപ്പൊ പ്രശ്നമാക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇവിടെ താഴേക്ക് കണ്ടു കഴിഞ്ഞാൽ ഗാലക്സി A50 എന്ന് പറയും, ഇത് ഞാൻ ഉപയോഗിക്കുന്ന ഫോണല്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള ഡിവൈസുകൾ നിങ്ങളുടെ ഫോണിലുണ്ടോ നിങ്ങൾ ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്യുക. അങ്ങനെ കാണുകയാണെങ്കിൽ എന്ത് ചെയ്യുക, അവിടെ സൈൻ ഔട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ സൈൻ ഔട്ടിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ സൈൻ ഔട്ട് ചെയ്തിട്ട് ഒഴിവാക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്.